കവാടത്തിലാണെങ്കിലോ ആ ദുർബോധം ആകമിത്രയായില്ലേ. ഇനി കർത്തമാവരെ നമുക്കെന്തായാലും കാത്തിരിക്കേണ്ടി വരും. ഇന്നേക്ക് 11-ാം നാൾ ലക്ഷ്യം പൂർത്തിയാക്കാൻ കരുതലോടെ കാത്തു നിൽക്കണം. കാത്തിരിക്കണോ? ഇത്രയും കാത്തില്ലേ? ഇനി 7 നാൾ കാത്തിരിക്കണം. എങ്ങനെയാണെങ്കിലും തോന്നിരിക്കുമ്പോ അത് നമ്മുടെ കൈ തന്നെയാണ്. പ്രയത്നം വിഫലമാവില്ലെന്ന് നമുക്ക് അനുകരിക്കാം. കാലസൂചികയും നമുക്ക് അനുകൂലമാണല്ലോ. കാലസൂചിക അനുകൂലമായ സ്ഥിതിക്ക് അടുത്ത നീക്കം എന്തെന്ന് അറിയാറുണ്ടേ. നമുക്ക് അഭിമുഖീകരിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും സൂചനകൾ മന്ത്രിയുടെ മാന്ത്രിക കണ്ണാടിയിൽ തെളിയുന്നുണ്ട്. പഞ്ചവടിയുടെ വാമുഖം ഇപ്പോഴും മടങ്ങി തന്നെ. അതൊരു കൺകെട്ടാണെന്ന് നമുക്ക് തോന്നുന്നു. ഈ പഞ്ചവടി കോട്ട ആരെയും കബളിപ്പിച്ചിരിക്കും. ആരൊക്കെ എങ്ങോട്ടൊക്കെ ചെല്ലുന്നുവെന്ന് അല്ലേ? അത് മാത്രമല്ല, ഇതേ നമ്മുടെ ആഗമനം തിരിച്ചറിയുന്ന നാഗകണ്ണികളുടെ ഭൂതമോ നമുക്കെതിരെ കടന്നാക്രമണം നടത്തിയ നമ്മുടെ നീക്കങ്ങളെല്ലാം പാടിക്കും അല്ലേ? അതെ. ആണോ? അല്ല, അപകടം നടക്കോ ഉടനെ പുറത്തേക്കാണ് പണിയണം. മറുനീക്കത്തിന് ഞാൻ അറിയാതെ തുണിയുണ്ട്. ഇപ്പോഴും അകത്തളത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗവും പദ്ധതിയും മന്ദമൊഴിഞ്ഞിട്ടില്ല. അതെ, ചതുരംഗക്കളത്തിലെ കരുനീക്കങ്ങൾ പോലെ വേണം ഓരോ ചുവട് വയ്ക്കും. പിന്നെ ധൈര്യം അതൊരിക്കലും നിങ്ങളിൽ നിന്ന് ചോർന്നു പോകരുത്. മരണമുഖം അത് എല്ലാം നിങ്ങളുടെ മുമ്പിലുണ്ടാവില്ല. ഞാൻ മുന്നേ ലഭിച്ചിട്ടല്ലേ നമ്മുടെ ഈ വിധിയാത്ര. കാലത്തെ അതിജീവിക്കുന്നത്. ഈ ശബ്ദം ഒന്ന് നിർത്ത്. അവൻ ശ്രദ്ധിക്കും. പതുക്കെ
ശരി ശരി, 4 ദിക്കിലേക്കും ജാഗ്രതാപൂർവം നടന്നു നീങ്ങുക. എന്റെ കൂടെ ആരതി നിൽക്കട്ടെ. നിങ്ങൾക്ക് വേണ്ട അറിയിപ്പുകൾ അവൾ നൽകും. ഓ നടന്നു നീങ്ങുക, ശീലമായി മുന്നേറുക. എന്താ മണ്ടയുടെ മോശം ഭയമാണല്ലോ നേരിടുന്നത്. ഞാനത് അവരുടെ മുന്നിൽ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്ത് ഭയമോ? എനിക്കോ? ഈ തോന്നൽ മാത്രം. എന്തിനും തയ്യാറായി വരുന്ന പെണ്ണുങ്ങളുടെ ധൈര്യം തോന്നാം. പരാജയമാണ് സംഭവിക്കുക, അതറിയാലോ. ധൈര്യം ചോരാതെ ആണുങ്ങളെ പോരാടാൻ വിടണം. അതൊരു തന്ത്രമാണ്, കൂടതന്ത്രം. നിന്റെ നിഗമനം ഇങ്ങനെയൊക്കെയായാൽ ലക്ഷ്യം പാടും. നാഗലോകത്തിന്റെ എല്ലാമായ ഉലോപ്പിയുടെ കഥ നിനക്കറിയോ? ഇല്ല മണ്ടേ. എന്നാൽ ഈ യാത്രയിൽ അതുകൂടി അറിഞ്ഞിരിക്കണം. ജീവിത വൈപരീത്യങ്ങൾക്ക് മുന്നിൽ പരാജയപ്പെടുന്ന സ്ത്രീകൾക്ക് മാതൃകയായി നോക്കിയപ്പോൾ വൈദഗ്ധ്യം അനുഭവിച്ചിട്ടും തളരാതെ പോരാട്ടമായും ധീരയും ശക്തിയുമാണ്. ദുഃഖങ്ങളെല്ലാം ഏറ്റുവാങ്ങി വിധിക്ക് കീഴടങ്ങി എല്ലാം സഹിച്ചെഴുന്നേൽക്കുന്ന തലമുറയ്ക്ക് ഒരു മാതൃകാ സ്ത്രീയാണ്. അനന്തരം കേൾക്കാൻ താല്പര്യമുണ്ട് മല്ലേ? ഇത് കീഴടങ്ങാതെ അതിനൊരു ഊർജ സ്രോതസ്സായി ഏറ്റെടുത്ത് മഹാദേവനെ തപം ചെയ്ത് ധീരയും ശക്തിയുമായി ഉലുപ്പി മാറി. മകൾ മറ്റുള്ളവരെ ആശ്രയിക്കണമെന്ന് പറയുന്നിടത്ത് പരാശ്രയമില്ലാതെ പോരാടി ജീവിതാവസാനം. നിലവറയിലെന്തോ അനക്കം ആരൊക്കെയോ ഇങ്ങോട്ട് നടന്നെടുക്കുന്ന പോലെ. അന്നേ ഈ മായക്കണ്ണാടി ഇത്തരം കാഴ്ചകൾ വല്ലതും പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവയ്ക്കണം. ഇതിലൊന്നും കാണുന്നില്ല. മാത്രമേ മായക്കണ്ണാടിയുടെ മായക്കാഴ്ച കാണാനാവൂ. ഈ മായക്കണ്ണാടി ഞാനല്ലാതെ മറ്റാരും മായ എന്ന് ദർശിക്കുന്നുണ്ട്. മന്ത്രവും തന്ത്രവും അഭ്യാസമുള്ളതുമായി ഈ പഞ്ചവടിക്കോട്ടയിൽ നിൽക്കുമ്പോഴേക്കെത്തിയവരെ നിങ്ങൾ തിരിച്ചു മടങ്ങുകയാണ് ഉത്തമം. എന്നിൽ അവിശ്വാസമുള്ളവർക്ക് ഒരിക്കൽ കൂടി തെളിവ് തരാം. അതാ നോക്കി. എന്റെ കൽപ്പനകൾക്ക് മുമ്പിൽ മരതകമായാലും മാണിക്യമായാലും അത് ഇന്നേ വരെ ഒരാളും ഏറെക്കാലം ഉണ്ടായിട്ടില്ല. എന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് വഴിമാറുന്ന ആ നക്ഷത്രത്തെ ഈ കൈവഴിയിൽ
ലക്ഷ്യത്തിലേക്ക് അടുക്കും തോറും ദുർനേട്ടങ്ങൾ വന്നുകൊള്ളുകയാണല്ലോ. അതെ, ആരുടെ ചോദ്യത്തിലും കഴമ്പില്ലാതില്ല. ഇത്തരം ദൗത്യത്തിനിറങ്ങുമ്പോൾ അപ്പുറം കാലമൊക്കെ നമുക്ക് അഭിമുഖീകരിക്കുന്നു. വന്നത് നിധികുംഭം തേടിയാണ്. മനസ്സ് പിടിക്കുന്നവർക്കും അവിശ്വാസം തോന്നുന്നവർക്കും എപ്പോഴെത്തിയില്ല. ജീവൻ വഴിയേണ്ടി വന്നാലും ഞങ്ങൾ സ്ഥിരപ്പെട്ടില്ല. അതെ, നമുക്ക് മാണിക്യം നേടിയെത്തിയ എനിക്കിപ്പോ ഭയമോ ഈ പഞ്ചവഴിയിലെ രക്ഷയ്ക്ക് ഇനി ഇവിടെ ആരും വരികയില്ല. പുറം ലോകം കാണാനുമാവാത്തത്ര അയാളെന്തരം
നിന്നെപ്പോലൊരു നല്ല പ്രായത്തിൽ സാഹസികമായി ഈ പഞ്ചവടി അകപ്പെട്ടുള്ളവന് ഏതായാലും ചായയുടെ സ്വന്തം രൂപം പോലും തിരിച്ചറിയാതെ ഒരു വ്യാഴയാൽ നാഗങ്ങൾക്കൊപ്പം ഈ അന്ധകാരത്തിൽ കഴിയുന്നു. കാലങ്ങൾ എത്ര പോയെന്ന് പോലും ഞാൻ അറിയുന്നില്ല. ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്നെ പോലെ ഇവിടേക്ക് എത്തുമെന്ന്. ഇപ്പോഴാ ഞാനൊരു മനുഷ്യരൂപം കാണുന്നത്. ഇപ്പോഴാ ഞാനൊരു മനുഷ്യനെന്ന് പറയുന്നത്. ആ സന്തോഷത്തിലാണ് ഞാനിപ്പോ ചിരിക്കുന്നത്. സ്വാതന്ത്ര്യം അത് നിഷേധിക്കപ്പെട്ട സ്വാതന്ത്ര്യം നിനക്ക് ലഭിക്കില്ല. ശൗര്യം പരിപൂർണമായാൽ മാത്രമേ സഞ്ചാരത്തിന് അനുവാദമുള്ളൂ. എന്റെ അനുഭവം ഞാനൊരു സത്യം പറയട്ടെ. ഒരു തരം ആത്മനിർത്തി മനുഷ്യക്ക് എന്താ പറയാതെ സ്വാതന്ത്ര്യങ്ങൾ അടഞ്ഞു പോയിരിക്കുന്നു. നിന്നെ ഞാനൊന്ന് പുണരട്ടെ. നിന്റെ ഭക്ഷണമായ എനിക്കാകോളം ആസ്വദിക്കണം.
നിന്റെ കണ്ണുകളിൽ എന്റെ രൂപം ഇത് ഇത് ഞാനും ഇത് എന്റെ രൂപം എന്റെ രൂപം കണ്ടിട്ട് എനിക്ക് അറപ്പാവുന്നു എനിക്ക് പേടിയാവുന്നു ഇതിലും നല്ലത് മരണമായിരുന്നു. നിങ്ങൾക്കാർക്കും ഭൂതത്തെ കാണാൻ സാധിക്കില്ല. ഞാൻ സർവ്വവ്യാപിയാണ്. ഏത് രൂപത്തിലും ഞാൻ വരും. പൂവായും പുഴുവായും കാറ്റായും തീയായും സുന്ദര സുദൃഢ രൂപമായും ഞാൻ ആഗ്രഹിക്കുന്ന ഏത് രൂപത്തിലും എനിക്ക് വരാൻ സാധിക്കും. ഭൂതമേ, അടിമയായി എന്നോട് ഇത്തിരി കനിവ് കാണിക്കും. എന്റെ രൂപമെങ്കിലും ഒന്ന് തിരിച്ചില്ല, അല്ലെങ്കിൽ എന്നെ ഒന്ന് കൊന്നിട്ടാ. മനുഷ്യബന്ധിയായ വിചാരങ്ങളും വികാരങ്ങളും അനടങ്ങുന്നുണ്ടല്ലേ? ആ പഴയ ഊർജവും തേജസ്സും നീ മുന്നിൽ വരുമ്പോൾ നിന്റെ കണ്ണുകൾ പരതുന്നത് എന്തിനായിരിക്കും? നിന്റെ മനസ്സ് പിടക്കുന്നത് എന്തിനായിരിക്കും? എല്ലാം തെളിഞ്ഞിരുന്ന മന്ദയുടെ മായ കണ്ണാടി ഭൂതത്തിന്റെ ധൂമസ്ഫോടനത്തിൽ ചിന്നിച്ചത്. അത് മാത്രമല്ലല്ലോ, നമ്മുടെ കൂട്ടത്തിൽ നിന്നൊരാളെ ഭൂതം ആവാഹിച്ച് അടർത്തിയെടുത്ത് അതാണ് ഉള്ളിലേക്ക് കൊണ്ടുപോയില്ലേ? അതെ, ആ പാവാലിക്ക് എന്താണോ സംഭവിച്ചത്? കണ്ണാകെ തലയിച്ച ധൂമം സ്ഫോടനത്തിൽ ശ്വാസമുട്ടി ജീവൻ കഴിയുമെന്നവരെ തോന്നിപ്പോയി. ആർത്തിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവുമോ? ചോര ശ്രദ്ധിച്ച അവളെ മന്ദമായയിൽ മാറ്റുന്നതിനിടയിലേ ആ ധൂമം കേട്ടിട്ട് നമ്മളൊക്കെ മറിച്ചിട്ടുണ്ട്. മന്ദേ, ഇതാണിത് നോക്കണം. ഇത്തരമെല്ലാമുണ്ടോ? ആദിശമായ സംശയങ്ങൾക്ക് അർപ്പിക്കാതെയോ? ആദ്യ
ആദ്യം അതൊക്കെ തീരട്ടെ കരുതിയാണ് നാം മൗനം പാലിച്ചത്. ലക്ഷ്യം കുറ്റാക്കാതെ ഈ ബന്ധം പിന്നോട്ടില്ല. ഞാൻ ആരാധിക്കുന്ന ഉഗ്ര സ്വരൂപിണികളായ ദേവതകൾ നിസ്സാരക്കാരൻ. ആദ്യം കൂടി നിങ്ങളൊക്കെ എന്നെ തീരുമാനിക്കേ മുന്നോട്ട് ചലിക്കണോ പിന്നോട്ട് ചലിക്കണോ? എന്നെ തളർത്താനാണ് ആഗ്രഹം. മായക്കാഴ്ച ഞാൻ പറഞ്ഞല്ലോ, ദേവതകളെ പ്രസാദിപ്പിച്ച് ഞാൻ കൈകളാക്കി എന്റെ മായക്കണ്ണാണ് തന്നെ ആദ്യം തകർത്തതിനും ആ ഭൂതത്തിന്റെ തന്ത്രമാണ്. നമ്മുടെ ആലോചനകളും തന്ത്രങ്ങളും ഓരോ നീക്കവും ഇതികാക്കുന്ന ആ ഭൂതം കാഴ്ചയിൽ എങ്ങനെ ഇരിക്കുന്നുണ്ട് ആ കാഴ്ച ഞങ്ങളും കൂടെ അറിയണമെന്നേ. ഭൂതത്തിന് സ്ഥായിയായിട്ട് രൂപമില്ല. ഏത് രൂപത്തെ ആവാഹിച്ചാലും ക്ഷണം കൊണ്ട് മാറാനും ഭൂതത്തിനാവും. നമ്മയെല്ലാം പരിഭ്രാന്തിയായി നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആരോഗ്യം മായാവലയം നിർമ്മിക്കുക ആ ധൂമവിസ്ഫോടനത്തിന് ഭൂതത്തിന്റെ സ്ഥാനത്ത് ഉണ്ടായിരുന്നു. മായാജാലങ്ങൾ അറിയുന്ന മുണ്ട ഭൂതത്തിന്റെ അപ്പോഴത്തെ രൂപം കണ്ടോ 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 കണ്ടു. വശ്യമായ ചിരി, പുറത്തേക്ക് നീണ്ടു വരുന്ന ഭ്രഷ്ടം, തലയിൽ രണ്ട് ചെറിയ കൊമ്പുള്ള ചുരുങ്ങി തേജസ്സുള്ള ഒരു കുഞ്ഞു രൂപമായി മാതൃകതയുടെ ഉയർത്തി അടങ്ങാത്ത ചിരിയുമായി ഭൂമിയിലൂടെ നമുക്കെതിരെ കടന്നാക്രമണം നടത്തിയ ആ നിമിഷം ഇപ്പോഴും ഉപബോധമനുസരിച്ച് വരുന്നു. അപ്പോ നിധിക്ക് കാണാൻ നിൽക്കുന്നത് ഈ അമാനുഷഭൂതം തന്നെയാണ്. ഞങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം. അതിനൊപ്പം കാവലായി നിന്നും നിധി അപഹരിക്കാൻ വരുന്നവരെ ഭൂതക്കടത്തിൽ പെട്ടി അപായപ്പെടുത്തുമെന്നാണ് ചൊല്ല്. അതാണ് മുറ്റത്തെ നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് വാ. അതെ, വിധി കാക്കുന്ന ഭൂതത്തെയാണോ കാവലാളായ നാഗങ്ങളെയാണോ നമ്മൾ ആചരിക്കേണ്ടത്? പറയുന്നത് എല്ലാം കൃത്യമായി പറയണം. പഴുതരത്തിലുള്ള മുന്നേറ്റങ്ങൾ വേണം. രണ്ടായി കാണാം. നാഗങ്ങളുടെ പൂർവകഥ ഭൂതങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അതിലും ഒരു വിസ്മയിപ്പിക്കുന്ന വൈദിക കഥയുണ്ട്. നാഗലോകത്തിന്റെയും നാഗമണിയുടെയും ഇതൊന്നും അറിയാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പഞ്ചവടി കോട്ടയെ അവബോധം ഉണ്ടാകുന്നത് ആര് കണ്ടു? മായയുടെ മന്ത്രരക്ഷം അയാൾക്ക് അറിയാലോ. ഇതൊന്നും അറിയാത്ത ഈ ഞങ്ങളോ? അതുകൊണ്ടാണ് ഓരോന്നും മനസ്സിലായോ? അയാളെല്ലോ സഹചാരികളായ നമ്മൾ കൊല്ലുന്നു വഴി വിരോധാഭാസം. അതിന് എല്ലാ പതിയും കേൾക്കാനുള്ള സഹനം നിങ്ങൾക്കില്ലല്ലോ. എന്താ കേട്ടത്? ഈ പുറപ്പെട്ട് വന്നതല്ലേ? ഇത്തരം ദൗത്യത്തിൽ നിരങ്ങുമ്പോൾ എല്ലാം അറിയിക്കണം. അല്ലാതെ ആദ്യം എന്ത് കാര്യം?
ധൈര്യത്തിന്. അതെ, ഇനി ഒരു വീഴ്ച ഉണ്ടായിക്കൂടാ. നാഗലോകത്തെ എല്ലാ കഥകളും ഞങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത് മാത്രമല്ല, രക്ഷപ്പെടാനുള്ള പഴുതുകൾ. അതാണ് മുഖ്യം. അതെ, ഞാൻ കേട്ട കഥ ഇതാണ്. കേൾക്കട്ടെ. നാഗലോകത്തെ നാഗകന്യകന്മാർ അതീവ സുന്ദരിമാരും ക്ഷണനേരം കൊണ്ട് രൂപം മാറി വശ്യതയോടെ എവിടെയും പ്രത്യക്ഷപ്പെടുന്നു. നാഗകന്യകളെ വശ്യതയുള്ള നാഗകന്യകന്മാർ ഗന്ധർവ പരിവേഷമുള്ള സുന്ദരന്മാരെ നാഗലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒന്നാകാൻ ഇത് എത്രത്തോളം ശരിയെന്നുണ്ട്. ഓ, ഇങ്ങനെ ഒരു കഥ ഉണ്ടോണ്ടേ? അങ്ങനെ പല പല കഥകളുണ്ടാവും. എല്ലാ കഥകളും വിശ്വസിക്കാനാവുന്നില്ല. അപ്പോ ആ നാഗങ്ങളുടെ തലയിലുണ്ടെന്ന് പറയപ്പെടുന്ന നാഗമണി, ഇഷ്ടങ്ങളായ നാഗങ്ങളുടെ തലയിലുള്ള അമൂല്യ രത്നമാണ് നാഗമണി അഥവാ നാഗമാണിക്യം. നാഗമാണിക്യം നാഗലോകത്തെ 9 വിധം നാഗങ്ങളുടെ തലയിൽ ഇതുപോലെ അത്യപൂർവ രത്നങ്ങളുണ്ട്. ഈ രത്നങ്ങളിൽ നിന്ന് വിദൂരങ്ങളിൽ ലക്ഷ്മി പ്രകാശിപ്പിക്കുന്ന രത്നങ്ങൾ ഏതിരിപ്പിനെയും വേണ്ടിയിട്ട് അതിലൂടെ നാഗങ്ങൾക്ക് സഞ്ചരിക്കാനുണ്ടാവും. ഞാൻ ചോദ്യം ആവശ്യമില്ല. അപ്പോ അവിചാരിതമായ ആവശ്യങ്ങൾ ഉണ്ടായാലും ആവൽഘട്ടങ്ങളിൽ നാഗങ്ങൾ ഈ രത്നം വിൽക്കുന്നു. പിന്നെ നാഗങ്ങൾ അതീവ ജാഗ്രതയോടെ കൊണ്ടു നടക്കുന്ന ഈ രത്നങ്ങൾ സന്ദർഭങ്ങളിൽ മാത്രമേ താഴെ വെക്കാറുള്ളത്. താഴെ വരവിൽ പറയുന്നത് അവരെ പിന്തുടരാറുണ്ടോ? അങ്ങനെ സംഭവിച്ചതായും പറയുന്നുണ്ട്. ഏതെങ്കിലും നാഗത്തിൽ നിന്നും നാഗങ്ങളെ അപഹരിക്കപ്പെട്ടാൽ ആ നിമിഷം ആ നാഗം തലതല്ലിച്ചാവും. നാഗമണിയെ കുറിച്ച് ഉണ്ട്. ഇത്രയും അമൂല്യമായ നാഗമണി നമ്മുടെ കൈവശമെത്തിയാൽ എന്തൊക്കെയാ അതിന്റെ പ്രയോജനം? ഞങ്ങളത് തുടക്കം മുതലേ ചോദിക്കുന്നു. നാഗമണി നാഗമണി കല്ലിൽ വന്നാൽ നാഗമണി കല്ലിൽ വന്നാൽ മരണമില്ലാതെ ചിരഞ്ജീവിയാൽ കാലാകാലം പ്രതാപത്തോടെ വാഴാം. സർവലോക സംഹാരി കൂടെയാണ് നാഗമണി എന്ന ഈ നാഗമാണിക്യം. പഞ്ചമണിയിൽ വിധിമുഖമടങ്ങി നിലവറയിൽ എത്തിയവർ ഈ നാഗമാണിക്യം ഉൾപ്പെടെ അമൂല്യമായവ കണ്ടെത്തിയ രേഖകൾ വല്ലതും രേഖകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജ്യം വിവരപ്പെട്ട രാജാക്കന്മാരുടെ അന്തഃപുരങ്ങളിൽ നിന്നും നിലവറകളിൽ നിന്നും അതിവിദഗ്ധമായി കവർച്ച ചെയ്തതാണ്. തന്ത്രശാലികളുടെ കൈകളിൽ ഇതാ സമയം എത്തിച്ചേർന്നിട്ടുണ്ട്. അമൂല്യമായ ഈ നാഗമണി ഉൾപ്പെടുന്ന ഈ നിധികുംഭം ഇപ്പൊ പഞ്ചവടിക്കോട്ടയിലാണെന്ന് മാത്രം അറിഞ്ഞാൽ ചതുരമായ ചുവടുകൾ കേട്ടാണ് വശ്യമായ ഒരുതരം ഉൾവിളി. എന്തായി ഞങ്ങളാകെ പരിസ്ഥിതി ഈ വെള്ളം
എന്താ വാസ്തവത്തിൽ ആരും എന്താണ് മനസ്സിലായത്? നിങ്ങളുടെ ഭാവത്തിൽ ആരോ വന്ന് ലയിച്ചത് അല്ലാത്തൊരു ഉന്മാദം തന്നെ വരുന്നു. അതേക്കാൻ തോന്നലാണ്. ഇതിലേക്ക് എവിടെയോ തെളിയുമോ എത്തിപ്പെട്ടത് അഞ്ചുവടിയിലെ കിഴക്കേ കവാടത്തിലാണ്. കിഴക്കേ കവാടത്തിലും അവിടെയല്ലേ മന്ദ നിധികുംഭമെന്ന് പറഞ്ഞിരിക്കുന്നത്? അതെ അതെ, വിധിഭേദമുള്ള അവിടെ മായ പ്രപഞ്ചം പോലെ നടുവെ പോയി തിളക്കട്ടെ. ഞാൻ നിധികുംഭം ദർശിച്ചു. നീ ആ നിധികുംഭം ദർശിക്കുന്നോ? സന്തോഷമുണ്ടാക്കുന്ന വാർത്തകൾ. ഈ ഒരു കണ്ടേ അക്ഷികളെ ജഗരി വിരാടനെ കൂട്ടി ഇപ്പോൾ തന്നെ കിഴക്കേ കോട്ടയിലേക്ക് ചലിക്കാം. വരും. എന്റെ കിട്ടിത്തമാണ് ലോകം എപ്പോഴുള്ളത്. അതെ, കിട്ടിത്തങ്ങൾ കേവലം ഒരു പന്ത് പറ്റാനല്ല നോക്കേണ്ടത്, മറിച്ച് അത് മുഴുവൻ നമ്മുടെ കൈകളിൽ വന്നാലോ? നമ്മുടെ കൈകളിൽ എന്ന് വെച്ചാൽ രൂപതന്റെയും കൈകളിൽ. അപ്പോ അവ അതൊരു വഞ്ചനയാവില്ലേ? രൂപത്തിൽ തോന്നുന്നുണ്ട്. ഇല്ലാതെയും വഞ്ചിക്കപ്പെടാതെയും എത്തിക്കുമ്പോ ഏവർക്കും പങ്കുവയ്ക്കാനാവുമല്ലോ. നോക്കുന്നു എന്നെ അനുഗമിക്കുന്നവരുടെ ഓരോരുത്തരുടെയും മുഖത്ത് ഞാൻ വഞ്ചനയുടെ ലാഭന കണ്ടു. വിശേഷിച്ച് മായ മന്ദാകിനി അല്ലെന്നുണ്ടല്ലോ. ആരും പറയുന്നത് അല്ല പറഞ്ഞു വരുന്നത് എന്തുകൊണ്ട് മാറി ചിരിച്ചു? മുഴുവൻ നമ്മുടെ കൈകളിൽ വന്നാലോ? ഇതൊന്ന് ഓർത്ത് നോക്ക്. ഇനി ഞാൻ പറയുന്ന പോലെ കേട്ട് മന്ത്രിയിൽ നിന്ന് അല്പം കരുതലോടെ അഴുകൽ കണ്ണുകൾ ചുറ്റിലും ഉണ്ടാവും. ആയത്തിൽപ്പെടാതെ സൂക്ഷിക്കണം. മായാമന്ദ നിസ്സാരക്കാരിയല്ല. ഹരിതയും സൂക്ഷിക്കണം. ഇനി നമ്മൾ രണ്ടല്ല ഒന്നാണ്. നമുക്കെതിരെ നീങ്ങുന്ന ആരങ്ങൾ ഏതായാലും ഇന്നുകളേതായാലും ഇതൊക്കെ ഒരു ചിന്തയിലേക്ക് നീങ്ങും മുമ്പ് ഇന്നും അവസാനിപ്പിച്ച് കളയണം.
ഞാനുണ്ട് കൂടെ. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ യുക്തിയും ശക്തിയുമായി താങ്ങും അണയുമായി. എങ്കിലിപ്പോ ഇളച്ചമറിയുന്നു. പാഴാക്കാൻ സമയം. ലക്ഷ്യം കിഴക്കേ കോട്ടയിലേക്ക് എത്തുമ്പോൾ അത് കഴിഞ്ഞാവാം ഭാവിക്കായി. എല്ലാം വ്യക്തമായി നമ്മുടെ രൂപകൾ ഭൂതത്തിലാക്കപ്പെട്ടു. ആരതിയുടെ വേഷഭൂണ്ട വിഷകന്യക നമ്മുടെ രൂപകളെ ഭൂതത്തിലാക്കിയ വിധം ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി വേണ്ടത് പടയൊരുക്കം. അടുത്ത നീക്കത്തിന് മുമ്പ് ഉചിതമായി ചെയ്യണമെന്ന കർത്തവാവ് ദിവസം നാമങ്ങളെ ഭയപ്പെടേണ്ടില്ല. ഓരോ ചലനവും നമുക്ക് കിഴക്കേ കോട്ടയിലേക്ക് അടുത്ത നീക്കം നടത്താം. ഇതിനിടയ്ക്ക് മായാവിയായ ഭൂതം നമ്മെ വഴിതിരിക്കാൻ എന്തെങ്കിലും ഉപായമായി പ്രത്യക്ഷനാവുമെന്ന ബോധം എല്ലാവരും വേണം. നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം. മായാമന്ത്രയുടെ നിർദ്ദേശപ്രകാരം മാത്രം. അതെ, അത് അങ്ങനെ തന്നെ മതി. അടുത്ത നീക്കം എന്താണെന്ന് അറിയാൽ കാലടികൾ പോലും സൂക്ഷ്മമായി വേണം ചലിക്കാൻ. മനസ്സും ശരീരവും നിതാന്ത ജാഗ്രതയിലാവും. ഏകാപത്തിലും പതനാവും പോരാടും. ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യം ഭൂതക്കളൻ കടന്നുള്ള വിധിക്കുമ്പോ ലക്ഷ്യം നിറവേറും വരെ ചിന്തകളിൽ തലച്ചെണ്ണം. സ്വപ്നങ്ങൾ കൊണ്ട് യാത്രയ്ക്ക് ബന്ധമുണ്ടാക്കട്ടെ. പരീക്ഷണങ്ങൾ പല വിധത്തിലുണ്ടാവും. പല വിധത്തിൽ കാണും, കേൾക്കും, ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടി. അതെല്ലാം ശ്രദ്ധിക്കണം. ആരും പതറരുത്. ഞാൻ ചൊല്ലുന്ന മന്ത്രം വേണ്ടി ചൊല്ലി എന്റെ കൂടെ വരും. സൂര്യന്റെ നിശബ്ദതയിൽ ഏതോ അചലനങ്ങൾ സൂര്യനെ
ആദ്യം ചലിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു സൂചനയില്ല. എല്ലാവരും സംശയിച്ചു. അതെ, ഇതും കൃഷിക്കാരടികൾ തന്നെയാണ്. കപ്പലാലോ അതോ അതിർത്തി മാറ്റാലോ? ആനന്ദിയുടെ രൂപങ്ങള് ഈ രൂപങ്ങളെ മായാവലയത്തിലകത്തിയ നാഗിയുടെ ഇവർക്ക് ഒരു ഇരയാവാൻ വഴിയുണ്ട്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും ഭയം വർദ്ധിക്കുന്നു. ഇവർ ഓരോന്നും ഇല്ലാതെ ഇതിന്റെ ചങ്കിടി കൊടുക്കുന്നു. ഈ ചുറ്റുവകയുള്ള ഒരു വാക്ക് പോലും ഇവർ വിചാരമില്ല. ആ നാഗകളത്തിലെ നാഗങ്ങളെ കാണുന്നു. എന്റെ ആദ്യം കൂടുന്നു. ഞങ്ങളെ ഈ മായാബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്ത്. മാത്രമായി കരഞ്ഞു. ഇത് എന്റെ ഒരു ബന്ധനം. മോഹനാണ് എന്നെയും നിങ്ങളെയും ഈ അന്ധകാരത്തിലെത്തിച്ചത്. ഇനിയും എത്ര കാലങ്ങൾ പ്രകാശം വരുത്തുന്നെങ്കിൽ ഈ ഉത്തരവിലാകുമല്ലേ? ഇത് ഞങ്ങളുടെ മായാമന്ത്രയുടേതാണ്. ഞങ്ങളെ ഒന്ന് മോചിപ്പിക്കാൻ വീടിൽ കാണിന് അത് സാധിക്കും. നമുക്ക് നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാം. എന്നെയും രക്ഷപ്പെടുത്തുന്നു. ഇതൊക്കെ പോലെ മന്ദമർജിതം മായാവിനിയാണ് നിങ്ങളുടെ മന്ത്രി. മന്ദരവാഹിനും സാധു അത് ഞങ്ങളെ ഇവിടെ രക്ഷപ്പെടുത്ത്. സമയം നീതിയിലേക്ക് വഴി വന്നതാണ്. രക്ഷപ്പെടുന്നു. ഇതിക്ക് മുമ്പേ അതെ രക്ഷപ്പെടാൻ നിനക്കുള്ള പങ്ക് തരാം. താക്കോൽ കൂട എവിടെയാണെന്ന് പറ. ശിവലിംഗത്തിന് താഴെ ഒരു ദ്വാരമുണ്ട്. അതിലാണ് നിലവറയുടെ താക്കോൽ കൂട. രഹസ്യം കൂടി എന്താ അത് ചെല്ലുന്നതിന് മുമ്പ് ഇവിടെ കാണുന്ന ഇച്ഛാധനയുടെ വായ താഴ്ത്തി കൂട്ടണം. അതെന്തിനാ?
ചിലവരുടെ വായ താഴ്ത്തു പൂട്ടിയാൽ അതിനുള്ളിൽ ഭൂതത്തിന് പുറത്തു വരാൻ കഴിയില്ലല്ലോ. ഇവിടെ ഒരു കാര്യമുണ്ട്. ഈ താക്കോൽക്കൂട്ടവും ഒരു സ്ഥാനവുമൊക്കെ ഓദിക്കുന്നത് എന്റെ പകുതി കൂട്ടിത്തരണം. അല്ല ഞാൻ ചൊല്ലിയത് ന്യായമല്ലേ? എന്താ 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 പറയാ? ഞാൻ ചൊല്ലിയത് ന്യായമെന്നുണ്ടോ? അല്ല ഉണ്ടോന്ന് ഉണ്ടോ? ന്യായമല്ലെന്ന് ആര് പറഞ്ഞു? രാക്ഷസിയുടെ പങ്ക് ഉദ്ദേശിച്ചതിലും കൂടുതൽ തരുന്നു. എന്താ പോരെ? കൂടുതൽ കൂടുതൽ ആക്കി വെച്ച ഓടിച്ചെല്ലാൻ ചതിച്ച നിങ്ങൾക്ക് അതനുഭവിക്കാനാണ് യോഗം. എനിക്ക് മോക്ഷം കിട്ടും. ശരി, എന്നെ കാണിച്ചു. നമുക്ക് എത്രയും വേഗം ഈ കോട്ടയ്ക്ക് പുറത്ത് കടക്കാം. എന്നിട്ടാണ് കണക്കുകൂട്ടലുകൾ പിഴച്ചില്ല രൂപകം. എന്റെ ബുദ്ധി സാമർത്ഥ്യം അപാരം. എത്ര വിദഗ്ധമായാണ് ഈ ഭൂതകാലങ്ങൾ ഇരിക്കുന്ന കവർന്നത്. ഒക്കെ ശരി. അരവി വല്ലാത്ത വേദന, ശരീരം മുഴുവൻ നീറും. കൈപ്പടത്തിൽ ഒരു നാഗത്തിന്റെ ഒത്ത എത്ര വരിഞ്ഞു മുറുക്കിയിട്ടും ഒരു മിഷൻ രക്തത്തിലേക്ക് ചേരുക. നമുക്ക് എത്രയും വേഗം ഈ കോട്ടയ്ക്ക് പുറത്ത് കടക്കും. വിധിവേട്ട പൂർണ്ണമായിട്ടില്ല രൂപകം. മായാമന്ത പറഞ്ഞ നാഗമാണിക്കും കൂടെ കൈ കിട്ടിയ നമുക്ക് മരണത്തെ പോലും അതിജീവിക്കാം. ഹരി, എനിക്ക് ഒരു അടി മുന്നോട്ട് വെക്കാൻ വയ്യ. നമുക്ക് എത്രയും വേഗം ഇവിടുത്തെ രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ എന്നെ നോക്കി നമുക്ക് പുറത്ത് കളത്തി രക്ഷപ്പെടുത്തോ.
ആ നാഗങ്ങളൊന്നൊന്നായി ഇങ്ങോട്ട് വന്നാൽ രണ്ടുപേരും ഇതിനകത്ത് വിഷം നീണ്ടി ചാവേണ്ടി വരും. മായാമന്തി വീരാനും നാഗമായിട്ട് അവിടെ പോരാടുകയാണ്. ഉറത്ത് താഴെ വീഴും മുമ്പ് എത്രയും പെട്ടെന്ന് നോക്കി കോട്ടവാദം തരണം. അപ്പൊ വീരാനും മായാമന്തിയും എത്ര ഓടിയാലും അവരൊരു കിട്ടിയില്ല. ഈ രൂപയിൽ വെള്ളം വെള്ളം തൊട്ടടുത്തിന് നീരൊന്നും വേണ്ട. നീ ഇവിടെ വേഗം അങ്ങോട്ട് കൊണ്ടുപോ. നിധികുംഭം കൈക്കലായ സ്ഥിതിക്ക് നമുക്ക് രണ്ടുപേർക്കും എത്രയും പെട്ടെന്ന് ഈ കോട്ട വരുന്നതാണ് ബുദ്ധി. പുറത്തു കടക്കാൻ നിങ്ങളാദ്യം ഭൂതക്കളത്തിൽ ധീരതയോടെ പോരാടുന്ന നീരാളിനെയും മന്ദാരിനെയും രക്ഷപ്പെടുത്താൻ നോക്കും. സ്വന്തം ജീവനേക്കാൾ വരുന്ന മറ്റൊന്നുമില്ല. നിനക്ക് അവരോട് അത്രയ്ക്ക് സഹാനുഭൂതി ഉണ്ടെങ്കിൽ ആ നിധികുംഭങ്ങൾ നിന്ന് ഈ നാഗക്കടത്തേക്ക് ചെല്ല്. നീ ചിരിച്ചോ ചിരിച്ചോ, നിധികുംഭം ഇപ്പൊ എന്റെ കയ്യിലാ. മന്ത്രശാലിയായ ധീരയോദ്ധാവെ, എന്നെ അപഹരിച്ച് നേടിയെടുത്ത നിധികുംഭത്തിന്റെ വായ്മൂടി തുറന്ന് സായോജ്യമായി അവള് നെല്ലി കളിക്കും. എനിക്ക് വിശ്വസിക്കാനാവില്ല. വിശ്വസിക്കണം. ഈ കൂട്ടത്തിൽ പക്വതയുള്ളത് അക്ഷതന് മാത്രമാണെന്ന് ഞാൻ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാനാണ് ആവേശം കാണിച്ചത്. ഇവർക്കും വീഴ്ച നൽകേണ്ട നിൽക്കുമ്പോ നിന്നിൽ തട്ടിപ്പറിച്ചത് അത് നീ കണ്ടത്. ഒരു പെണ്ണെന്ന പരിഗണന പോലും നൽകാതെ ജഗൻ ഇരുവിട്ട പരാക്രമം നിന്നോട് കാണിച്ചില്ലേ? നമ്മുടെ കൂട്ടത്തിലെ രണ്ടുപേർക്ക് അപമൃത്യുവിനെ നീയായ ആ കുട്ടികളാണ് ഞാനിപ്പോ. നാഗങ്ങളുടെ ആസ്തിക നമ്മളിൽ ആര് വേണമെങ്കിലും ആവാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഈ പഞ്ചവടി കോട്ട ഒടുങ്ങി വിടണമെന്ന്. തികഞ്ഞ യോദ്ധാവായ അച്യുതൻ അതൊരു പിന്മാറരുത്. ഈ ശൂന്യത കൊണ്ടാണ് ജഗൻ അപമൃത്യു സംഭവിച്ചത്. ഓരോ നിധികുംഭത്തിനും കാവലാളായി ഓരോ കൈനാഥം കാവലുണ്ടെന്ന് മന്ദ മുന്നിൽ പറഞ്ഞ് ധരിപ്പിച്ചതല്ലേ? ഇതൊന്നും വകവയ്ക്കാതെ നിധികുംഭത്തിൽ കഴിയിട്ട് മരണം ഇഴഞ്ഞു വാങ്ങിയതല്ലേ
ഭാരതിയല്ലേ ജഗനോട് നിധികുമ്പ കുറയ്ക്കാൻ ആവശ്യപ്പെട്ടത്? അതും ഒരു വഞ്ചനയല്ലേ? നിധികുമ്പം തുറന്നു നോക്കാൻ ഞാൻ പറഞ്ഞത് തന്നെയാണ്. വിശ്വനാഥത്തെ ജഗൻ കാണുമെന്ന് ഞാൻ ധരിച്ചു. എന്ത് ചെയ്യാനാ? ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിനായി വരുന്നത് കടുത്ത വേദനയാണ്. എനിക്ക് വേദന ഇങ്ങനെയാണ് അച്ഛനെ പറയുന്നത്. പ്രയാസപ്പെട്ടാണ് ഭൂതക്കളത്തിൽ നിന്നും നിധിക്കുമ്പം കാണുന്നത്. ജീവിക്കുമെന്ന നാടുകൾ വിഷം കൈകളിൽ തകരാതിരിക്കെ ഞാൻ എത്ര ശ്രമിച്ചു. ഇതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഈ പഞ്ചമണിക്കോട്ട ഉടനെ നടന്നില്ല. മൂന്നാമന്തിയല്ലേ നമ്മെ നയിക്കുന്നത്. വരാതെ ഒരു തീരുമാനം അത് ഉചിതമാണ് അച്യുത. ഭാരതി ആവർത്തിച്ച് മൊഴിയുടെ അർത്ഥം അനർത്ഥങ്ങളുണ്ടാകാതിരിക്കാൻ. ഇതൊരു യോദ്ധാവാണ്. ശക്തി മാത്രം പോലെ മുക്കിക്കൊടി വേണം. ഇതിന്റെ യോദ്ധാവാണ് എന്നേക്കാൾ നിരീക്ഷിക്കുമ്പോ അതിനാണ് കൂടുതൽ നിരീക്ഷിക്കുന്നത്. എന്താകത്തിയോടെ എന്താകത്തി കൊടുച്ചില്ല അതിനെ വെട്ടി നിർത്തുക. അമ്മായി ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഒന്നും ആലോചിക്കില്ല. അത് നമ്മുടെ കൈകൾ തന്നെ വരണം. നമ്മുടെ ജഗൻ രൂപം ഇവിടെ എന്ത് പറ്റി? ഒരു ദയദാക്ഷിണ്യം ഇല്ലാതെയല്ലേ അവരെ കണ്ണാകുന്നവരെ കൊണ്ട് പൊട്ടിച്ച് കടന്നതാണ്. എന്നെയും വീട്ടാൻ ശ്രമിച്ചതാ. അതുകൊണ്ടാണ് ആരെ രക്ഷപ്പെട്ടത്. എന്നിട്ട് ആ നീതനോടെ ദയാദക്ഷനുമില്ലാത്ത അവന്റെ കഥ ഇന്ന് തീർക്കണം. മകൻ ഭൂതകാലത്തിൽ നിന്ന് നേടിയ നിധിക്കുമ്പം ഉപയോഗിക്കാൻ പോയിരിക്കണം. ഇതിനാണ് അപമാനിക്കുന്നത്. ജാഗ്രതയോടെ വെട്ടി വീട്ടി കവർ നിർത്തുക. അച്ഛനും മാത്രമല്ല മന്ദാഗിരിയും നീതിയാണ്. കൈനാഗങ്ങളെ വെട്ടിവീഴ്ത്തി നിധികുമ്പ ഞാൻ കൈക്കലാക്കിയതോടെ അവരുടെ മറ്റും ഭാവവും മാറി. ആരെയും വിശ്വസിക്കരുത്. നിധിക്കുമ്പോൾ നമ്മുടെ കൈകളിൽ തന്നെ വരണം. നമുക്ക് അതുമായി മുന്നേ രക്ഷപ്പെടാം. പോയി വാ. നിനക്കെന്നോട് അതെ, തുടക്കത്തിൽ തന്നെ പ്രകടിപ്പിച്ചില്ലെന്നേ ഉള്ളൂ. മണ്ഡലത്തിന് മുന്നേ ദീപം പോയി. കാര്യങ്ങൾ ഇതിനോടകം തന്നെ ബോധ്യമായിരിക്കുന്നുണ്ട്. അവിടെ രൂപകനും ജഗനും വൃക്ഷം തേണ്ടി വീണ് കഴിഞ്ഞിട്ടു.
മായാമന്ത്രിയുടെ മാന്ത്രിക ശക്തിയാൽ അവരെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? പറ്റോന്ന് ഭൂബലം കുറഞ്ഞു വരുന്നു. ഇനി സ്വന്തം ലക്ഷ്യത്തില് ആ വീരാനെ കൊണ്ടുവന്നോ? എന്താ മല്ലേ ശരീരമുഖം അവനെ കാണുന്നു. മായമന്ത്രിക്ക് തന്നതും ചതിക്കുഴി തീർത്താണോ? അവനങ്ങനെ പറഞ്ഞ എന്താ അവനെ ശരിയല്ലെന്നുണ്ടോ? ഇല്ല, അവരുടെ കാര്യമില്ല. ഇതൊക്കെ പറയണ്ട. കോട്ടവാദികൾക്ക് വേഗം രക്ഷപ്പെടണം. രക്ഷപ്പെടണം. അതാ നോക്ക്. കാഴ്ച വന്നു. മായാവേലികൾ കാട്ടി ഈ പഞ്ചവടി കോട്ടയിലേക്ക് എപ്പോഴേ നിശ്ചലമായിരിക്കുന്നു. ആ വിഷപ്പെടുത്ത് ഈ കണ്ണിലൂടെ നോക്ക്. മോഹങ്ങളാണ് എന്നെയും നിങ്ങളെയും അന്ധകാരത്തിന് ഈ തടവറയിൽ എത്തിച്ചത്. കാലം മാറും, കഥ മാറും. കഥകളിലെ കാൽപ്പനികമായ ഉള്ളടക്കം മനുഷ്യരിൽ പല വിധത്തിൽ സ്വാധീനം ചെലുത്തിയേക്കാം. നാഗമാണിക്യവും നിധികുംഭവും എക്കാലത്തും ദുരാഗ്രഹികളുടെ അതിരുകവിഞ്ഞ മോഹം മാത്രമാണ്. നാഗമാണിക്യം തേടിയെത്തുന്ന ദുരാഗ്രഹികൾക്ക് ദുര്യോഗമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം ആവാസ വ്യവസ്ഥകളിലെ തകർന്നടിക്കുന്ന പലതും അവരിലൂടെ ഉണ്ടായിട്ടുണ്ട്. Thank you.